വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മെന്റലി തന്നെ ഒരു എന്റെ പിതാവായതുകൊണ്ടായിരിക്കും എനിക്കത് പെട്ടെന്ന് ഷോക്കായി ഞാൻ വാൾ പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് ഞാൻ അങ്ങ് കരഞ്ഞു. സാറേ എന്റെ പപ്പ നടക്കാനായിട്ട് ഞാൻ പോയി അടുത്ത ഒരു നഗരം എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ കടയിൽ ചെന്നപ്പോൾ ഇവരുടെ ഭർത്താവും വേറൊരു സ്ഥലം കൂടെ. ഭർത്താവ് എന്ന് പറയുന്നത് അവന്റെ പേര് രാജീവ് എന്നാണ്. അവനും അവന്റെ ബന്ധു അയൽവാസിയായ മോഹനൻ പിള്ളയുടെ മോന് ഹരീഷ് മോഹനും കൂടി 2 ബൈക്കിലായിട്ട് അവിടെ വന്നിറങ്ങി. അവർ 2 പേരും അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും വന്നിട്ട് ഒരുത്തനെ എന്നെ പിടിച്ചു നിർത്തി, ഒരുത്തനെ എന്നെ ചെല്ലി താഴെയിട്ട് കാല് ഉണക്കി എൻ്റെ അടിയാവിലും എൻ്റെ കാലിലും എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചവിട്ടുകയും കൈയൊന്നും പുറത്തുമൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. നമസ്കാരം സാർ. ഡാനിയൽ സാറിന്റെ മകളാണ്? അതെ അതെ. എത്ര പേരാണ്? ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അതിൽ ഏറ്റവും ഇളയാണ് ഞാന്. മൂത്ത ചേച്ചി സൗദിയിലെ നജറാനില വർക്ക് ചെയ്യുന്നത്, സൗദിയില്. രണ്ടാമത്തെ ആള് കൊട്ടാരക്കരയ ചെങ്ങമനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചേച്ചി താമസിക്കുന്നത്. ഞാന് കടമ്പനാടാ താമസിക്കുന്നത്. ഞാൻ ഏറ്റവും ഇളയാളാ. ഇവിടെ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ? ഇവിടെ പപ്പായും മമ്മിയും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിക്കും. ആ സമയത്ത് ഞാൻ ഓടി വരാറുണ്ട്. ഈ സംഭവം സാറിനെ ആക്രമിച്ച പപ്പ ആക്രമിക്കുന്ന സമയം 5:30 സമയത്ത്. ഇവിടുന്ന് 5 മണിക്ക് എല്ലാ ദിവസവും പപ്പ നടക്കാൻ പോകുന്നതാ. ഈ വഴി കൂടെ ഒരു 3 വർഷത്തോളമായി അതുവഴി തന്നെ പപ്പ അങ്ങോട്ട് പോവുകയും വരികയും ചെയ്യുന്നത്. അതുവഴി സംഭവം നടക്കുന്നത് എന്നെ വിളിച്ച് 5:30 ഈ സംഭവം നടക്കുന്നത്. എന്നെ വിളിച്ചു പറയുന്നത് 6:30 ആകുമ്പോഴാണ് പപ്പ ഇങ്ങനെ സംഭവിച്ചു എന്ന് വിളിച്ചു പറയുമ്പോഴേ ഞാൻ അവിടുന്ന് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ ആദ്യമായിട്ട് എത്തിയത്. അവിടെ വന്ന സമയത്ത് അവിടുത്തെ SI ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ വീഡിയോസ്. പപ്പ ആദ്യത്തെ സമയത്ത് എന്നെ ഉപദ്രവിച്ചു, എന്നെ അടിച്ചു. കയ്യിലുള്ള മുറിവും കാലിലുള്ള മുറിവും വയറ്റിലിന്റെ അവിടെയുള്ള മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇത് എന്ത് സംഭവിച്ചു എന്ന് CSR വീഡിയോ കാണിക്കുമ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മെന്റലി തന്നെ ഒരു എന്റെ പിതാവായതുകൊണ്ടായിരിക്കും എനിക്കത് പെട്ടെന്ന് ഷോക്കായി ഞാൻ വാൾ പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് ഞാൻ അങ്ങ് കരഞ്ഞു. സാറേ എന്റെ പപ്പ എന്നുള്ള രീതി എന്ന് പറഞ്ഞ ഞാൻ വാ പൊത്തിപ്പിടിച്ച ഞാൻ അവിടെ കരഞ്ഞു. സാറ് പറഞ്ഞു സാരമില്ല, നമുക്ക് അതിന്റെ ആക്ഷൻ എടുക്കാം. നല്ലതുപോലെ ഉപദ്രവിച്ചു. അതും പ്രായമായ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു മനുഷ്യത്വമില്ലാതെ ഉപദ്രവിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് എവിഡൻസ് ഉണ്ട്, നമുക്ക് കൃത്യമായ നടപടി എടുക്കും എന്ന് അദ്ദേഹം CSR നമ്മളോട് പറഞ്ഞത്. അപഹരിച്ചത്. അത് മാലയ്ക്ക് ആദ്യം പിടിക്കുന്നത്. കട്ടിയുള്ള മാല ആയതുകൊണ്ട് പപ്പ അത് പൊട്ടിപ്പോയതില്ല. കഴുത്തേ കൂടെ ഊരി പോകാതിരിക്കാൻ വേണ്ടി വീണ് കിടക്കുവോ പപ്പ. ആ സമയത്ത് ആ മാല കയറി ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. പിന്നെ മുണ്ടഴിഞ്ഞു പോയാതിരിക്കാൻ ഒരു മുണ്ടിലും ചവിട്ടുന്നുണ്ട് അടിവയറ്റില്. അപ്പോഴ് മുണ്ടും പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ചീത്ത വിളിച്ചുകൊണ്ട് ഈ പോക്കറ്റില് ഈ ഷർട്ടാ പപ്പ ഇട്ടോണ്ട് പോയത്. ഈ ഷർട്ടാ ഇട്ടോണ്ട് ഈ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന 6500 രൂപ അവൻ ഈ ഷർട്ട് വലിച്ചു കീറിയിട്ട് അതും എടുത്തോണ്ട് പോന്നെ. ആ CCTV ഫുട്ടേജ് കാണാൻ പപ്പ അവിടുന്ന് എഴുന്നേറ്റ് അവന്റെ പുറകെ പോകുന്നുണ്ട്. എന്റെ പൈസ താന്നും പറഞ്ഞ അവൻ. എന്നിട്ട് അവൻ രാജീവ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, 2 പേരും കൂടെ, ഹരീഷ് മോഹൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ കൂടിയ 2 പേരും കൂടെ കൂടിയ പപ്പായെ ഇതുപോലെ ഏകദേശം 32, 35 വയസ്സുള്ള 2 ആണുങ്ങളെ 72 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസണായ ഒരു ആളെ തല്ലുന്ന ആ രംഗം. ഞാനല്ല, എന്റെ സ്ഥാനത്ത് ഏത് മക്കളും ആ അപ്പൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് സാറേ അത് ഹൃദയം പൊട്ടുന്ന ഒരു കണ്ട പോലീസ് ഓഫീസർക്ക് വരെ അവിടെ തെക്കമ്പാകം പോലീസ് സ്റ്റേഷനില് അവര് വീഡിയോ കണ്ടതിന് ശേഷമാ അവര് ആക്ഷൻ എടുത്തത്. അതുവരെ അവരൊരു മൂവ്മെന്റ് നടത്തിയിട്ടില്ല. CCTV ഫുട്ടേജ് എടുത്തോണ്ട് വന്നതിന് ശേഷമാ അവർ ഈ ആക്ഷൻ, ഈ നമ്മുടെ പരാതി അവർ സ്വീകരിച്ചത്, അത് FIR ഇട്ടത്. അതിനുശേഷം പിന്നെ ഉള്ളതെല്ലാം നമുക്ക് അനുകൂലമായിട്ടാ. പിന്നെ ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇല്ല എന്ന നമ്മുടെ ധാരണ. അവനൊരു ലോക്കൽ നേതാവ്. അവന് ഈ ഒരു പ്രശ്നം മാത്രമല്ല സാറേ, പലരെ ആയിട്ടുള്ള അടിപിടി അവിടെ നടക്കുന്നുണ്ട്. ഇയാളൊരു നേതാവ് എന്നുള്ള രീതി, ഒരു ഗുണ്ട എന്നുള്ള രീതിയിൽ ഇയാൾ അവിടെ പെരുമാറുന്നത്. കാരണം ആരും അങ്ങനെ ഇപ്പോഴത്തെ പാർട്ടിയിൽ ആരും അങ്ങനെ പെട്ടെന്ന് കയറി അതെങ്കിലും സോൾവ് ആയി പോകുമായിരിക്കാം. പക്ഷെ ഇത് നാളെ എന്റെ പിതാവിനുണ്ടായത് മറ്റൊരു മക്കളും ഞാനിപ്പോ അനുഭവിച്ച ഈ വിഷമവും കരച്ചിലും ഒരാൾക്കും ഉണ്ടാവരുത്.
അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പരാതി നമുക്ക് പോകാന്ന് KSF-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക ഒരു സാഹചര്യത്തിലേക്ക് വന്നായിരുന്നു. KSF-ല് മറ്റുള്ള സ്റ്റാഫുകൾക്കോ അവിടുത്തെ മാനേജറോ നമ്മുടെ അടുത്ത് അനുകൂലമായിട്ട് മാത്രമേ അവര് നമുക്ക് നിന്നിട്ടുള്ളൂ. ഇതിന്റെ റീജിയണൽ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് പപ്പായെ ചീത്ത വിളിക്കുന്നതിന്. ഇവര് പൊതുസ്ഥലത്ത് വെച്ച് പപ്പായെ ചീത്ത വിളിച്ചപ്പോ പപ്പ അവിടുന്ന് ഒഴിഞ്ഞു മാറി പോയിരുന്നു. കൊണ്ടുപോയി പപ്പ വേറെ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പൊ അവിടെ പോലീസ് ഓഫീസേഴ്സ് അവരെ വിളിച്ചു അവര് പറഞ്ഞു വിട്ട്. അതിന്റെ വൈരാഗ്യം പിന്നീടാണ് എൻക്വയറി വന്നത്. അവിടെ നിന്നുള്ള എൻക്വയറി പിന്നീട് വന്നപ്പം എന്റെ വൈഫിന്റെ പേരില് ആക്ഷൻ എടുക്കുമ്പോ അവന് 2 കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ കരുതി കൂട്ടി ഇറങ്ങിയതാ. ബുദ്ധിയായിട്ട്. കാരണം പല പ്രാവശ്യം ഇതുവഴി പപ്പ ഏത് ടൈമിലാ പോകുന്നതെന്ന് നമ്മുടെ അടുത്ത് ഇത് സംഭവം കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞ ഇവന്മാർ 2 പേരും ഇതുവഴി പലവട്ടം പോയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മളോട് പറയുന്നത്. ഹരീഷ് മോഹൻ എന്ന് പറയുന്ന പുള്ളി അവരുടെ ഫാമിലി കുടുംബം ഇവിടെ അടുത്ത് തന്നെ. നമുക്ക് പണ്ട് തൊട്ടേ അവരുടെ ഫാമിലി അറിയാവുന്നതാ. ഈ രാജീവ് എന്ന് പറയുന്ന അവന്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പം ഈ ഹരീഷ് മോഹൻ താമസിക്കുന്ന രാജീവ് തേവലക്കരയാ, പന്മനമനയില്ല ഹരീഷ് മോഹൻ താമസിക്കുന്നത്. ഇപ്പൊ രാജീവ് താമസിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തേവലക്കരയാണ്. ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല അവരുടെ ലൊക്കേഷൻ അറിയത്തില്ല. ഇത് കൂട്ടുചേർന്ന് മദ്യപിച്ചു വന്ന് പപ്പായ മൃഗീയമായിട്ട് ഏകദേശം 33-34 വയസ്സ് അത്രയോ അല്ലെങ്കിൽ 35 വയസ്സ് ശരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതെ, അത് മദ്യപിച്ചിട്ടുണ്ടാണ്. അതല്ല ഇതിലൊക്കെ ഈ മദ്യപിച്ച ഈ രാജീവന് പപ്പ കൊണ്ട് പരാതി കൊടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ആദ്യം പരാതി കൊടുക്കാൻ അവിടെ ചെന്ന് പോലീസുകാരോട് അവിടുത്തെ SI പറഞ്ഞു ഞങ്ങളോട് കുറെ കാര്യങ്ങൾ അയാൾ വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ മദ്യപിച്ചെന്ന് അവർക്ക് മനസ്സിലായപ്പോ ഇവൻ വിളിച്ചപ്പോ ഇവൻ അവിടുന്ന് അപ്പോഴേ സ്ഥലം കാലിയാക്കി അവൻ പോയി അവിടുന്ന് കടന്നു കളഞ്ഞു. പിന്നെ പോലീസുകാരോടും വിളിച്ചിട്ട് ഇവൻ വന്നില്ല. പിന്നീടാണ് പോലീസുകാരുടെ കയ്യില് CCTV ഫുട്ടേജ് കിട്ടുന്നത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാന തെളിവ്. അല്ല എങ്കിൽ ഇതൊരു സാധാരണ ഒരു സംഭവമായിട്ട് ഒഴുകി നമുക്ക് ചെന്ന് പറയാൻ നമ്മുടെ ഈ തെളിവില്ല, ഒരു എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു അടിപിടിയായിട്ട് പോയനെ. നാളെ എന്തെങ്കിലും എന്റെ പിതാവിന് സംഭവിച്ചായിരുന്നെങ്കിലും സംഭവിച്ചു പോയാലും നമുക്ക് ഒരു സൈഡിൽ അങ്ങ് പോയേനെ. അല്ലെങ്കിൽ എൻക്വയറി വരുമ്പോ നാളെ അവൻ കൈവെക്കും എന്റെ പിതാവിന്. ഇനി ഒരിക്കലും എന്റെ പിതാവോ എന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഏതായാലും ഇതുപോലുള്ള പ്രായമുള്ളവർക്ക് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാം. നമസ്കാരം. സാറിന്റെ പേര്? എന്റെ പേര് ഡാനിയൽ. സാർ സർവീസിലായിരുന്നു? എവിടെയായിരുന്നു? ഞാൻ കൊല്ലം ജില്ലയിൽ എല്ലാ ഭാഗത്തും പോലീസിൽ. എന്തായിട്ടാ പിരിഞ്ഞത്? സബ് ഇൻസ്പെക്ടറായിട്ടാ. ഇപ്പോഴെന്താ സാറേ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു? ഞാൻ എന്റെ മൂത്ത മകൾക്ക് അവള് പ്രവാസി ചിട്ടി നിയമത്തില് നമ്മുടെ തേവലക്കര KSF ഓഫീസില് 10 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപ വീതമുള്ള 2 ചിട്ടി ഉണ്ടായിരുന്നു. ആ 10 ലക്ഷം രൂപയും പിടിച്ച് ഞങ്ങൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോഴത്തെ ഈ ആദായനികുതി വകുപ്പിന്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു, നിങ്ങൾ അതിന്റെ ഫോം പൂരിപ്പിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. ഞാൻ ആ മെസ്സേജുമായിട്ട് തേവലക്കര KSF ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ സാധാരണ ചിട്ടി സെക്ഷൻ ഇരിക്കുന്ന ഒരു മാഡമല്ല അവിടെ ഇരുന്നത്, പുതിയതായിട്ട് വന്ന ഒരു മാഡമായിരുന്നു ഇരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, മാഡം ഇന്നപോലെ ആദായനികുതി വകുപ്പിന്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു, അതിന് എന്തെല്ലാം നടപടികൾ നടത്തണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു എനിക്കതൊന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവരോട് ചോദിച്ചു, വേറെ 1-2 കാര്യങ്ങൾ അവരോട് തിരക്കി. അതിനൊന്നും അവരൊരു മറുപടിയും പറഞ്ഞില്ല. ഈ ഏറ്റുണ്ട് മാനേജർ അകത്ത് നിന്ന് ഇറങ്ങി വന്നു, എന്താ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാനേജറെടുത്ത് ഞാൻ വിവരങ്ങളൊക്കെ പറയപ്പോൾ ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം മാനേജർ എനിക്ക് ചെയ്തു തരികയും എനിക്ക് തൃപ്തിയായി ഞാൻ മടങ്ങി പോരുകയും ചെയ്തു. ഞാൻ അന്ന് വൈകിട്ട് അന്നല്ല 2 ദിവസം കഴിഞ്ഞ് ഞാൻ തേവലക്കര ചന്തയിൽ നിൽക്കുമ്പോഴേക്കും അവരുടെ ഭർത്താവും കൂടി തേവലക്കര ജംഗ്ഷനിൽ ഇരിക്കുന്നതാണ്. എന്നെ കണ്ടുകൊണ്ട് അവരുടെ ഭർത്താവ് എടുത്തോന്നു, നീ എന്തുവാ എൻ്റെ പെണ്ണുമ്പുഴയുടെ നേരെ പരാതി പറഞ്ഞത്, നീ പറഞ്ഞ് ഇയാളെന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ ഉടനെ നേരെ അന്നൊരു ശനിയാഴ്ച വൈകുന്നേരത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ തെക്കുംഭാഗം പോലീസിൽ ചെന്ന് അവിടെ ഒരു പരാതി എഴുതി കൊടുക്കുന്നത് പോലെ എന്നോട് അസഭ്യമായിട്ടും മോശമായും പെരുമാറിയത് പരാതി എഴുതി കൊടുത്തിട്ട് അപ്പോൾ SI പറഞ്ഞ് ഞാൻ വിളിപ്പിച്ചതിന് വേണ്ട നടപടികളെല്ലാം ചെയ്യാവുന്ന മാനേജർക്ക് ഒരു പരാതി എഴുതി കൊടുക്കുന്നത് പോലെ എന്നെ മോശമായി പെരുമാറിയെന്നും പറഞ്ഞ് ആ പരാതി മാനേജര് റിപ്പോർട്ട് അയക്കാനുള്ള ഒരു കാര്യം വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. ആരൊക്കെയാണ് വന്നത്? വന്നതെന്ന് പറഞ്ഞാൽ മാനേജര്, അസിസ്റ്റന്റ് മാനേജര്, വേറെ 2 ലേഡി സ്റ്റാഫ്, 2
പുരുഷ സ്റ്റാഫുകളാണ് എൻ്റെ അടുത്ത് വന്നത്. കളയണം, അത് പിന്നെ ഇനി ആ ഒരു വലിയ വിഷമമുണ്ട്, സാറിനോട് സോറി പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നം തീർക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അത് തീർക്കാം, എൻ്റെ മോളോടൊന്ന് ചോദിക്കട്ടെ, നാളെ ഞാൻ സാറിനോട് വിവരം പറയാമെന്ന് പറഞ്ഞു. ആ ശരി, അത് മതി പറഞ്ഞു സന്തോഷമായിട്ട് അങ്ങ് പോയി. അന്ന് വൈകുന്നേരമായപ്പോൾ ഞാൻ ഇവിടുന്ന് 5 മണി കൂടി നടക്കാനായിട്ട് ഞാൻ പോയി. അടുത്തുള്ള ഒരു നജറാം എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ കടയിൽ ചെന്നപ്പോൾ ഇവരുടെ ഭർത്താവും വേറൊരുത്തനും കൂടെ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് രാജീവ് എന്നാണ്. അവനും അവൻ്റെ ബന്ധു അയൽവാസിയായ മോഹനൻ പിള്ളയുടെ മോന് ഹരീഷ് മോഹനും കൂടി 2 ബൈക്കിലായിട്ട് അവിടെ വന്നു തുടങ്ങി. അവർ 2 പേരും അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും വന്നിട്ട് ഒരുത്തന്നെ പിടിച്ചു നിർത്തി, ഒരുത്തനെ എന്നെ ചെല്ലി താഴെയിട്ട് കാല് മുടക്കി എൻ്റെ അടിവാതിലും എൻ്റെ കാലിലും എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചവിട്ടുകയും കൈയൊന്നും പുറത്തുമൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ മുണ്ട് വഴി എൻ്റെ കഴുത്തിൽ കിടന്ന ഒരു മാല പൊട്ടിപ്പോകാതിരിക്കാൻ ഞാൻ ബലമായി കഴുത്തിൽ പിടിച്ചിട്ടും ഒരു കൈ കൊണ്ട് എൻ്റെ മുണ്ട പിടിച്ചപ്പോഴും ഇവൻ എൻ്റെ പോക്കറ്റ് വലിച്ചേരി എൻ്റെ പോക്കറ്റിനകത്തുണ്ടായിരുന്ന 6500 രൂപ എടുത്തുകൊണ്ട് പോയി. അവന് 2 പേരും കൂടെ പിന്നെ നേരെ അങ്ങ് പണിയാവിട്ട് പോയി. അവർ 2 പേരോടാണ് 2 പേരോടാണ് 2 പേര് മാത്രം. ഞാൻ ഈ ഉടനെ തന്നെ എന്നെ ഉപദ്രവിച്ച വേഷത്തിൽ തന്നെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ വിളിച്ച് KSF ആഫീസിലെയും അവിടുത്തെ സ്റ്റാഫിനെ ഞാൻ വീട് അറിയിച്ച് കാണിച്ചിട്ടുള്ളതും അവരെല്ലാം എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളതുമാണ്. KSF ഏത് ബ്രാഞ്ചായിരുന്നു? KSF ചേവലക്കര ബ്രാഞ്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഉടനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോവുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ FIR എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചികിത്സയ്ക്കായി ലോകരക്ഷക ആശുപത്രിയിൽ പോയിട്ടുള്ളൂ. കക്ഷി എന്നെ അടിച്ച രാജിയുടെ പേരിൽ ഞാൻ KSF മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തതിലുള്ള വിരോധം കൊണ്ടാണ് അത് എന്നെ ഇങ്ങനെ വരുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയുടെ പേരിൽ പരാതി കൊടുക്കോടാ മറ്റേ മുഴുവൻ ചോദിച്ചാലാണ് എൻ്റെ അടുത്ത് വരുന്നത്. സാറിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 72 വയസ്സ്. എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു? 34 കൊല്ലവും 6 മാസവും 16 ദിവസവും. KSF ബ്രാഞ്ചിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം എങ്ങനെയുണ്ട് സാർ? നല്ല സാർ വർഷങ്ങളായിട്ട് അവിടെ പോകുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പൊ ഉദ്ദേശം 3 വർഷങ്ങളോളം 36 മാസം 33 മാസം കൊണ്ട് ഞാൻ അവിടെ സ്ഥിരമായി ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്. മറ്റു സ്റ്റാഫുകളും അവിടുത്തെ മാനേജരും എല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ആ രീതി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ ചോദിച്ചത്. ഇവരാണ് ഇപ്പോൾ ധാർഷ്ട്യമായിട്ട് വളരെ മോശമായിട്ട് ഇവർ എന്നോട് മാത്രമല്ല ഇവർ പലരോടും അങ്ങനെ ദാക്ഷ്യമായിട്ട് പെരുമാറിയതായിട്ട് പിന്നീട് ഇപ്പോൾ ഓരോരുത്തർ എന്നോട് പറഞ്ഞു. ഈ രാജീവ് എന്ന് പറയുന്നത് സ്ഥിരം മദ്യപാനിയാണ്. ആ മദ്യപാനമാണ് അവൻ്റെ ജോലി. പലരുമായിട്ട് വഴക്കിടാറുണ്ട്. പല രീതിയിലും അവൻ മോശമായിട്ട് വഴക്കിട്ട് നടക്കാറുണ്ട്. KSF എന്ന് പറയുന്നത് സാധാരണപ്പെട്ടവരുടെ എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രമാണ് അല്ലേ? അപ്പൊ അവിടെ എത്തുന്നവരോട് നല്ല സമീപനത്തോടുകൂടി അവരെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇത്തരത്തിലുള്ളതായ സ്റ്റാഫുകള് ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സാറിന്? സാറേ ഇപ്പൊ ഒരു കാര്യമുണ്ട്, എല്ലാം ഒരു സ്റ്റാഫ് അവിടെ ഒരു മോശമായിട്ട് വന്നു വെച്ചാൽ എല്ലാ സ്റ്റാഫിനെയും നമുക്ക് ആ കണ്ണി കാണാൻ പറ്റത്തില്ല. ഇവരുടെ പേരിൽ അവിടെ വന്ന ആ സ്റ്റാഫ് മോശമായി പെരുമാറിയ ആ സ്റ്റാഫിനോട് അത് നിയമപരമായിട്ടുള്ള നടപടി നടത്തി അവരുടെ പേരിലുള്ള പണിക്ക് നടത്തി അവരെ മാറ്റി. വിശ്വാസ കേന്ദ്രമാണ്, വിശ്വാസ കേന്ദ്രം തന്നെയാണ് KSF. അപ്പൊ ഇങ്ങനെയുള്ളതായ കരടുകൾ ഉണ്ടെങ്കിൽ അതിന് ആ സ്ഥാപനത്തിന് തീർച്ചയായും ഒരു മോശം തന്നെയാണ് അല്ലെ? മോശം തന്നെയാണ്. ഈ പ്രതികൾ എന്ന് പറയും സാറ് കൊടുത്തിരിക്കുന്ന പ്രതികൾ ഈ സാറിന്റെ വീടിന് എത്ര അകലെയാണ്? ഈ ഇപ്പോൾ എന്നെ ഉപദ്രവിച്ച കണ്ടമാനം ഉപദ്രവിച്ച ഉദ്ദേശം ഒരു 2.5-3 കിലോമീറ്ററിന് പടിഞ്ഞാറ് വശമാണ്. അപ്പൊ എല്ലാവരും അറിയാവുന്ന കക്ഷികൾ തന്നെയാണ്. അയാൾക്ക് തന്നെ അറിയത്തില്ല, പക്ഷെ അറിയാവുന്ന ഒരു കക്ഷി ഇയാളുടെ കൂടെ ഉണ്ട്, രാജീവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം ഇവിടെ അടുത്ത ഒരു മോഹനൻ പിള്ളയുടെ മോനാണ്, ഹരീഷ് മോഹൻ എന്ന് പറയും. ഇവിടെ അടുത്താണ്. അവൻ എന്നെ അറിയാം. അയാളോട് ചേർന്നാണ് എന്നെ അടിച്ചത്. എന്റെ ചുവക്കണ്ണത്തടിച്ച് എന്നെ പിടിച്ച് തള്ളി താഴെയിട്ട് കാലുകൊണ്ട് എന്റെ കാലിലും നെഞ്ചത്തും ഒക്കെ ചവിട്ടി ഉപദ്രവിച്ചു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങള് കടയിൽ നിന്ന് പോലീസ് എടുത്തു. വളരെ വർഷം സർവീസിൽ ഇരുന്ന് റിട്ടയർഡ് ആവുകയും തുടർന്ന് ഇത്ര 72 വയസ്സുണ്ടല്ലേ? 72 വയസ്സുണ്ട്. ഇത്രയും പ്രായാധിക്യം എത്തിയതായ ഇദ്ദേഹത്തിന് ഏറ്റ ഈ മാരകമായ പീഡനം, ആ പീഡന അതിന് പ്രതികളായവരെ
എന്ത് ചെയ്യണമെന്നാണ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായ ശിക്ഷ നടപ്പാക്കണം. അത്രയേ ഉള്ളൂ. ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടോ? പല രാഷ്ട്രീയം ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ഒരു ഏതോ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ അതിന്റെ സ്വാധീനം പോലീസ് സ്റ്റേഷനിൽ ചെലുത്തിയിട്ടുണ്ട്. രാത്രി 9 മണി കഴിഞ്ഞു. അതുവരെ ഞാൻ തിരക്കിയിരിക്കുക. രാത്രി 9 മണി കഴിഞ്ഞു. എത്ര മണിക്കാണ് സാധാരണ ഇവിടെ എത്താറുള്ളത്? ഇവിടെ 5:45 6 മണിയാകുമ്പോൾ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് എത്തുമായിരുന്നു. ഞാൻ ഇങ്ങനെ തിരക്കിയിരിക്കുക. ഫോണും ഇല്ലായിരുന്നു ഇവിടെ. അന്നേരം അവിടുന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്നെ പിന്നോട്ട് വിളിച്ചായിരുന്നു. ഫോണിനകത്ത് ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അത് വർക്ക് ചെയ്യാതിരുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്നെ ഇങ്ങനെ അടിച്ചത്. ഞാൻ ആരാന്ന് വെച്ചപ്പോൾ ഞാൻ അങ്ങ് വരുമ്പം പറയാം എനിക്ക് ഇപ്പം വയ്യ. ഒരു മോളെ വിളിച്ചോടനെ. മോളെ വിളിച്ചപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു, മോളെ നീ പെട്ടെന്ന് തന്നെയല്ലേ എന്തുവാന്ന് അറിയാൻ വയ്യ, വഴക്കാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. പപ്പ ഇങ്ങനെ എന്നും പോകുന്നതാണല്ലോ മോളെ എന്ന് പറഞ്ഞു. അമ്മ ഞാൻ പോവാന്നും പറഞ്ഞ് ഇവള് പെട്ടെന്ന് തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ മോളെ അവിടെ? അതില്ല, പിള്ളേർ അടിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ? അത് അങ്ങനെ വഴക്കൊന്നിനും ഒന്നും പോത്തില്ല. ആരുമായിട്ടും ഒരു വഴക്കിനും പോത്തില്ല. അത് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ തന്നെ മാനം ഓർത്തിങ്ങ അനങ്ങാതെ. ഇത് ഈ പറഞ്ഞ പോലെ ഒന്നും പറയത്തില്ല. ഇവിടൊക്കെ ചവിട്ടിക്കളഞ്ഞു. ഒരുപാട് ഉപദ്രവിച്ചു. ഇവിടിങ്ങനെ ഈ പിത്താശയെ മൊത്തം എടുത്ത് കളഞ്ഞേക്കുക. മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് അസുഖങ്ങളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ പിത്താശ അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക, നീക്കി കളഞ്ഞ. ആ വശത്താ ചവിട്ടിയത്. ഈ വേദനയാ ഈ ഏണിന്. പിന്നെ ഞാൻ ഇവിടെ വന്ന് എണ്ണയൊക്കെ ഇട്ട് തടവി വെള്ളം അനത്തി പിടിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞു 10 ദിവസം പോയി ആസ്പത്രിയിൽ ചെന്ന് കിടക്കും. അത് നമുക്ക് എന്തായാലും അറിയണ്ടായിരുന്നില്ല. ഞാനും ഉള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയാം, അപ്പോൾ നിന്നെ ഇട്ടിച്ച് ഞാൻ എങ്ങനെയാ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് അത് ഇവിടെ എനിക്ക് ഇങ്ങനെ പറയാം, എനിക്ക് പട്ടിയുണ്ട് കൂട്ട്, നിങ്ങൾ പോയി കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പോകുന്നില്ല. എല്ലാവരും കേട്ട നാണക്കേടാ, എന്നെ ആരും എല്ലാവരും കേട്ട നാണക്കേടാ. ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഈ ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായത് ആരോടെയും പടത്തിന് പോകത്തില്ല. എവിടെ പോയാലും ഇരുട്ടുന്നതിന് മുമ്പ് എവിടെങ്കിൽ പോയാൽ ഒരു ഭക്ഷണം പോലും കഴിക്കത്തില്ല. ഈ പ്രായത്തെ പോലും ഇവിടെ എല്ലാവരും അതാവണം. ഒരുപാട് പേര് വന്നപ്പോഴത്തേക്ക് നാണക്കേടായി. അതുമല്ല, അദ്ദേഹത്തെ അറിയാവുന്നവർ തന്നെയാണല്ലോ മൊത്തം പോലീസുകാരും എല്ലാരും. ഞാൻ ഇത്രയും സർവീസിനകത്ത് ഇരുന്നാലും ഒരു കുഴപ്പം പോലും പറ്റാത്ത ആൾക്ക് ഇങ്ങനെ പറ്റിയല്ലോ. എന്തോ എന്നാല്ലാരും. അവർ ഉപദ്രവിച്ച പാടുകൾ എവിടെയെങ്കിലും ഉണ്ടോ? കൈക്ക് കൊണ്ടുപോയി. പിന്നെ വീട് എന്റെ നടുവിന് ഭയങ്കര വേദനയുണ്ട്. അപ്പൊ സാറ് നടക്കാൻ പോകുന്നതായ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് അല്ലേ? അപ്പൊ ഇത് കരുതിക്കുട്ടി ഞാന് അവര് പാർട്ടി അവര് സാറിന്റെ യാത്ര എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഫോളോ ചെയ്ത്. അവർക്ക് ഉദ്ദേശം എത്ര വയസ്സ് വരും? ഇപ്പൊ ഒരാൾക്ക് ഉദ്ദേശം 30 വയസ്സും ഒരാൾക്കൊരു 36-7 വയസ്സ്. അത്രേ ഉള്ളൂ. അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയാം. പൂർണ്ണമായിട്ട് അവർക്ക് നിൽക്കാൻ വയ്യാതാണ് ബൈക്കിനകത്ത് വന്ന്. അവർക്ക് നിൽക്കാൻ വയ്യാതാണ് രണ്ടുപേരും കൂടെ വന്നത്. ബൈക്കിലാണോ വന്നത്? ബൈക്കിലാണ്. 2 ബൈക്കിലാണ് വന്നത്. 2 ബൈക്കിലാണ്. സ്റ്റേഷനിൽ അത് ഹാജരാക്കിയിട്ടുണ്ടോ? ഇല്ല, ബൈക്കൊന്നും എടുത്തിട്ടില്ല. സ്റ്റേഷൻ എടുത്തിട്ടില്ല. അപ്പൊ അന്വേഷണം ആ ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ. സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം പ്രതികളെ കണ്ടെത്തുകയും അതോടൊപ്പം അവർ ഓടിച്ചിരുന്നതായ എന്താണ് ആ വാഹനം കസ്റ്റഡി എടുക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്വം സ്റ്റേഷൻ അധികാരികൾക്കാണ്. അല്ലേ? അത് ചെയ്തിട്ടില്ല. അപ്പൊ രാഷ്ട്രീയമായ ഒരു സ്വാധീനം, രാഷ്ട്രീയതരമായ ഒരു സ്വാധീനം അവിടെ ഉണ്ടായി എന്ന് സാറിന് വിശ്വസിക്കാൻ പോകും. ഏതോ വിധത്തിലുള്ള സർവീസ് ചെയ്യുന്ന വിഷയല്ലേ? അതെ, ഏതോ സ്വാധീനം അവർക്ക് ഉണ്ടായിട്ടുണ്ട്.